Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர், with me my husband வாசு. வணக்கம். பார்ட் 1 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கலனா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்றோம், போய் பாருங்க. இப்போ பார்ட் 2 குள்ள போயிடலாம். பப்ளே இருக்காருப்பா பரம்புல்லா. அப்புறம் கல்லு கடைச்சிருக்காரு. என்னது போதைப் பொருளா? இவர் பயங்கரமான ஆளாச்சு தமிழ்ல. பாஷாவோட ரைட் ஹேண்ட் தெரியுமா அவரு? தெரியாது. அம்மா இருக்கு ஆளு சரியில்லை. எங்க பார்த்தாலும் யானையா இருக்குப்பா. ஒர்க்குக்கு யூஸ் பண்றேன். என்ன அவர் மாதிரி நீயும் போதைப் பொருள் யூஸ் பண்ணிட்டு இருக்கேன். അവനെ കാണുമ്പോ അപവാദം ഭയന്ന് സ്ത്രീകള് വാദം കിടക്കണം. അപ്പൊ പിന്നെ തന്റെ പിരിവ് തടയാനൊന്നും അവൻ വരില്ല. വേലായുധം സഹായിക്കാൻ ചെല്ലുമ്പോ അവര് തന്നെ അടിപ്പാഴിച്ചോളൂ. അടുപ്പ് കത്തിക്കാൻ ഞങ്ങൾ കുറച്ച് ചുള്ളി പറിക്കോട്ടെ ചെറിയ പേര്. ചുള്ളി മാത്രമേ എടുക്കാവൂ. ആ കത്തിയും കൂടെ കംപ്ലീറ്റ് ആയിട്ട് പോകും. തിരിച്ചു പോകുമ്പോ എടുത്താൽ മതി. ஓ அதெல்லாம் பெருசு பெருசா அதை வெட்டிட்டு வாங்க சொல்லிட்டு அதை சொல்றாங்க. അതെ ലീല കുട്ടികളൊക്കെ വളർന്നു വലിയ പെണ്ണുങ്ങളായല്ലേ. ഇവർക്ക് இருக்கு. ആ കാശ് എടുത്ത് നിന്നിരുന്നേ എനിക്കങ്ങ് പോകായിരുന്നു. ഇതിപ്പോ താൻ ചിട്ടി കമ്പനി നടത്തുന്നത് എന്റെ കാശ് കണ്ടിട്ടാണോന്നൊരു സംശയം. ഇപ്പൊ എത്രയായി പോലെ കണക്ക് സൂക്ഷിക്കുന്നുണ്ടോ? കണക്കൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ പേരെ. ഇതിന് ഞാൻ വേറെ കടലാസും രേഖയൊന്നും തന്നെ എഴുതി വാങ്ങുന്നില്ല. അതുകൊണ്ട് പവൻ അങ്ങനെ ചെറിയ പേരെ ഒപ്പിട്ട് വാങ്ങണം. എന്നിട്ട് കടലാസ് ബുദ്ധിശേരി വീട്ടിൽ കൊണ്ടുതരണം. അതല്ലേ തനിക്ക് ബുദ്ധി അല്പം കുറവാണെന്നുള്ളൊരു ഗുണമേ ഞാൻ കാണുന്നു. ചെല്ലേ என்ன ஏதோ இதெல்லாம் வச்சிருக்காரு. ஓ என்ன மீன் இது? எழுத்தி மீன் மாதிரி இருக்கு. அவர் இடுப்புல ஒரு கத்தி வச்சு சுத்திக்கிட்டு இருப்பாரு. அந்த கத்தி நீ பாத்திருக்கியான்னு கேக்குறேன். ஆனா சின்ன வயசுல நமக்கு ஆசையா இருக்கிற மாதிரி அதை வச்சு பண்ணிட்டு இருந்தாங்கன்னா போய் நின்று பாத்துட்டு இருப்போம்ல. ஐயோ ആണ്ടിൽ ഒരിക്കലും ഞാൻ നിന്നെ വൃത്തിയായിട്ട് കാണാൻ കിട്ടുന്നുണ്ടല്ലോ. സന്തോഷമായി. ஓ அவங்க அப்பா முருகர் பக்தர் போல, அதனால பேரும் வேலாயுதம் வச்சாச்சு. இவரு வேற என்ன எல்லாரையும் குறுகுறுன்னு பாத்துட்டு இருக்காரு. റേഷൻ കടക്കാരൻ കൃഷ്ണന് കള്ളം അടിച്ച് കയറിച്ച നരമ്പാക്കാൻ വിളമ്പി വെച്ചിരിക്കുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടോ? ചെറിയതും പേര് എണ്ണിക്കോ. കൊടിയേറി 21 നാൾ ഉത്സവം. ഇക്കുറി വേലായുധനെ വീഴ്ത്തിയിരിക്കും. മട്ടാഞ്ചേരിക്ക് അതുകൊണ്ട് പോകട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാവും. இவரை முடிச்சாதான் வந்து பிரச்சனை சால்வ் ஆகும். ഒരു സന്തോഷ വാർത്ത. തലവേദനയായ വേലായുധനെ ഒതുക്കാനും അവന്റെ കാല് തല്ലി മുടിക്കാനും അത് മുന്നോട്ട് ജനതാ ട്രൂപ്പിന്റെ മകൻ. ജനതാ ട്രൂപ്പ് എന്നൊക്കെ പറയും. അവസാനം ഈ വെള്ളിയെ കൊണ്ട് പാടിക്കും. ഗണേശൻ പടത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്കൊക്കെ വേണ്ടി ആ പഞ്ചായത്ത് മട്ടാഞ്ചേരിക്കാരെ കൊണ്ടുവരുന്നത്. നോക്കിയിരിക്കാൻ 7 ലക്ഷം താഴെ കൃഷ്ണമക റുപ്യ 50. എന്നെ എവിടുന്ന കാശ്? ഒരു 2 റുപ്യ ഞാൻ എഴുതിക്കോ. 2 റുപ്യ? ഇപ്പോഴത്തെ വില നിലവാരങ്ങളെ കുറിച്ചൊന്നും ശാന്തയ്ക്ക് അറിയാത്തോണ്ടാ. പിടിച്ചു കൂട്ടിലിട്ടിരിക്കല്ലേ. പിന്നെ എങ്ങനെ രോഗവിവരം ഉണ്ടാവാനാ? അല്ല ശാന്തയ്ക്ക് വേണ്ട ഒരു മോചനം. അതെ മട്ടാഞ്ചേരിക്കാരാ വരുന്നത്. അതും 5 പേര്. அதுக்கு தீட்ட கொடுக்காத நல்ல தொகை காணண்டே. இவங்களை அவர் டார்ச்சர் பண்றதா நினைச்சிட்டு இருக்காங்க. அவங்க கிட்டே வந்து சொல்லிட்டு இருக்காங்க, ஒருத்தனை அடிச்சு கை கால் உடைக்கிறது காசு கொடுன்னு. அது அவரு தானே.
അവിടെ വാ നോക്കിക്കഥ വാടോ. അല്ല 50 രൂപ നീ പിരിവ് കൊടുത്താണ്. അല്ല കുറുപ്പിന് കടം കൊടുത്തത് ഇടി 5-10 മനസ്സിലാക്കാം. അണ്ണനെ തല്ലി കാലോടിക്കാൻ 4 ആളെ കൊണ്ട് വരുന്നെന്ന്. ആട്ടാഞ്ചേരിക്കാരാണോ? അവർക്കൊക്കെ വലിയ റേറ്റാന്നൊക്കെയാ പറയുന്നത്. 5 ആള് മട്ടാഞ്ചേരിക്കാർ. എന്നാലും 50 രൂപയ്ക്ക് മാത്രം വരുമോ? 50 ரூபாய்க்கு வராங்களா 5 பேருக்கு இருக்காரு. அது இவர் அடிக்கிறது தானே ஆள் இருக்கிறன்னு சொல்லி அவருக்கு தெரியுது. ஓ மை காட். அப்ப தெரிஞ்சு போச்சு. காமெடி. 5 പേരെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പിരിവിടുന്നു. മെമ്പർക്ക് കാശടിക്കാനുള്ള ഒരു പണിയാണ്. അപ്പൊ നമ്മളൊക്കെ പഞ്ചായത്താണല്ലേ, സർക്കാർ പരിപാടിയായിട്ട് വരില്ലേ, ഫുഡൊക്കെ നന്നായിരിക്കും അല്ലേ? സർക്കാർ അതായത് അത് പറഞ്ഞപ്പോ ഓർത്തത് തല്ലിന് പോണെങ്കിൽ ചെറായി കള്ളും കരിമീനും കഴിച്ച് മനുഷ്യ പോണ്ടാറിക്കൂ. ഈ കടവ് കിടന്ന മുള്ളംകൊല്ലിയായി. என்ன போட்டை கூப்பிடுறோம். ഇവരിരുന്നോ? ഇത് ഞാൻ പോയിക്കണം. இப்போ போட்லேயே காமிக்க போறானே நீ இவரை தான் நீங்க அடிக்கணும். ഇതിന്റെ കാല് തല്ലി ഓടിക്കാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ ഇതിൽ ഇടപെടേണ്ടെന്ന് ചെറിയ നമ്പ്യാര് പറഞ്ഞിട്ടാ ഞാൻ വിട്ടത്. ഒന്ന് വേഗം വാടോ. ഒരു വയസ്സ് കാക്കയെ ഇവിടുത്തെ തുറക്കാരൻ. வரதே அவரு தான். നീന്താ പോവാ? ഒരു ചൊറിച്ചിൽ ബസ്സിൽ ഇരുന്നില്ല. മാറ്റിക്കും. ആ ഇതാരൊക്കെ കീഴിയ വിരുന്നാര്? നിന്റെ ബന്ധുക്കളാ? അതെ, ഉത്സവം കാണിക്കാൻ കൊണ്ടുവന്നായിരിക്കും. இப்ப ஏறணும் விசாரிக்க போறாங்க. கரெக்ட். யாரோ வேலாதுன்னு ஒருத்தர் அடிக்கணுமா, அதுக்காக வந்திருக்குன்னு சொன்னாங்கன்னா எப்படி இருக்கு யோசிச்சு. இவர் கொஞ்சம் கெஸ் பண்ணிட்டாரு. ஆமா மறைக்கிறாங்க. കീരിയുടെ അമ്മോന്റെ അമ്മായിയുടെ ഒക്കെ മക്കളായിരിക്കും അല്ലേ? അതെ. ഇവിടെ മാത്രം കീരിയുടെ ബന്ധുവാന്ന് കണ്ടാ പറയൂല. ഞാൻ മസിൽ ലൂസാക്കി പിടിച്ചില്ല. മസിലി ലൂസാക്കി പിടിച്ചില്ല. ആ ചിലപ്പോ അതായിരിക്കും. പേരെങ്ങനാ? റേഷൻ. ഇട്ടിമുട്ടി റേഷൻ. പേര് കേട്ട ആരും ഒന്ന് ഞെട്ടിപ്പോവും കേട്ടോ. അതേതാ ഇവർക്ക് தெரிஞ்சிருச்சு. என்னப்பா இவ்வளவு இதா இருக்காங்களா? செலிபிரிட்டிஸ் மாதிரி தானே. സന്തോഷായല്ലോ. ഒരു പൊറോട്ട അരക്കറിയും കൂടി. കൊണ്ട് ഒന്നിന് 3 പൊറോട്ടയും 1 കറിയും ആ പഞ്ചായത്ത് വകയിരുത്തിയത്. ഇപ്പൊ 8 പൊറോട്ടയും 3 കറിയായി. ഇനിയും വേണ്ടി വരുമോ? ഫുഡ് മോശമായ ഇതിന്റെ വെയിറ്റ് കുറയും. അതാ പ്രശ്നം. എന്റെ അടി നന്നായിട്ടാ, അത് ഉറപ്പാ. അതന്നെ കയ്യിട്ടാലോടിച്ചൊരു മൂലക്കാക്കും. ഇനി എപ്പത്തില വണ്ടിട്ട് നടക്കാം. ஏரியா மக்கள் எல்லாம் எப்ப எப்பதான் இருக்காங்க போல அப்படின்னா. കൊണ്ടുവന്ന കുട്ടികൾക്ക് തീറ്റ കൊടുക്കുക. ഓ പഞ്ചായത്തിന്റെ പരിപാടിയാ. ഞാൻ 50 രൂപ കൊടുത്തതാ. அவர் நம்பரை கொடுத்துருக்காரா? ഇനിയും വേണ്ടി വരുമോ? ഇനി ഒരു 1 hour കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. எனக்கும் എന്തൊരു തീറ്റ. நீங்க சண்டை போட வந்த மாதிரி தெரியலையா, சாப்பிட்டு ரெஸ்ட் எடுக்க வந்த மாதிரி இருக்கீங்க. ഒറിജിനലാണോ കുന്നുകളാണോ പോയി മണപ്പിച്ച് നോക്കുമ്പോ வாவ் ஏதோ பண்ணி വീരബാബു ഏറ്റവും നന്നായത്. വീരബാബു അല്ലടി കോണ്ടി, വീരബാബു. ഇത് ശൂരപത്മാസുരൻ, അത് നാരകാസുരൻ. ഓ അതൊക്കെ എനിക്കറിയാം. ഓ അങ്ങോട്ട് നോക്കണേ, മാന്യനായൊരു വായി നോക്കി. നിനക്കറിയുന്നതാണാ? നിന്നെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ. അതാടി സുന്ദരി കുട്ടികൾക്കുള്ള ഒരു മെച്ചം. എവിടെ ചെന്നാലും നോക്കാൻ. അതാ മതി. നിന്നെ തന്നെ നോക്കണേ. ജാതി ഏതാന്ന് ചോദിക്കണം. പോരെ. ഒന്നുമില്ല, കടക്ക് ചോദിക്കും. போலீஸ்லாம் இருக்கிறாங்கப்பா. നമുക്ക് പോലീസുകാർ കുറച്ചുകൂടി വേണ്ടി വരും. അങ്ങനെ ഇപ്പൊ വിളിച്ചു പറഞ്ഞാലേ കിട്ടും. ஆஹா ஓர்கெஸ்ட் பண்றாங்களே. പുറത്തുനിന്നുള്ള ആൾക്കാര് ധാരാളം വരുന്നുണ്ട്. அவங்க கோவில் திருவிழாக்கு பிரச்சனை வராங்க கரெக்டா? ഇവിടെ ആരാ ഒരു ஏய் சாய்குமார் பாரு. நரசிம்மாவில் ஒரு பாட்டு கேட்பேன் அந்த மாதிரி இருக்கு. Full heavy vibe. ஆமா காலம் பாட தீரம் பாட ஏதோ ஒன்று வரும்ல. ஒருவேளை இதே சிங்கர் தான் அதுக்கு நினைக்கிறேன். இருக்கலாம், வாய்ஸ் ஒரே மாதிரி. ஏதான் கணக்கு ஏதடன் கணக்கு.
ஐய் எல்லாம் ஒரு வைப் ஆயிடுவாங்களே இது மாதிரிலாம் ஆடும்பொழுது. ஆமா. തല്ലി കാലൊടിക്കാനാ ഞങ്ങൾ കൊട്ടേഷൻ എടുത്തത്. കൊട്ടേഷൻ ഒക്കെ താൻ വിട്ടേക്ക്. ഉറുപ്പിനോട് ഞാൻ പറഞ്ഞോളാം. അവര് പറയും പോലെ വേറെ ആരും തല്ലി തോപ്പിക്കാനൊന്നും സാധിക്കില്ല. പുറകിൽ നിന്ന് വെട്ടണം, ഒറ്റ വെട്ടിന് തീരുന്നു. யாரா நீங்க? തനി കാട്ടുമാറാണ്ടിയാടാ. തല്ലി കൊന്നാലൊന്നും അവൻ ചാവില്ല. തിരിച്ചു പോകുമ്പോ കടവ് കിടന്ന് പോകണ്ട. വെളുക്കുമ്പോഴേക്കും അടിവാരത്ത് വണ്ടി ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതാ ഇരുട്ട നാളെ തിരിച്ചറിയാൻ റിഫ്ലക്ട്. ആ കുറുപ്പിനോടൊന്നും ചോദിക്കാൻ പറയാൻ വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കീരിയോട് പറഞ്ഞാൽ മതി. ஒரு குறுப்புக்கு தெரியாம போட்டு தள்ளுறதுக்கு பிளான் பண்ணிட்டாரு. സഹൃദയരായ നാട്ടുകാരെ, Yes. എല്ലാവരും അക്ഷതരായി കാത്തിരിക്കുക. മുന്നോട്ടുള്ള ജനതാ ട്രൂപ്പിന്റെ കണ്ടിട്ടൊരു സുന്ദരിയെ പോലുണ്ടല്ലോ. അപ്പൊ എന്നാ പറഞ്ഞ പോലെ എല്ലാരും ഇവിടെ തന്നെ കാണണം. ഞാൻ പഞ്ചായത്ത് ഓഫീസർ പോയിട്ട് ടാഗേജിക്ക് പോരാ. അതൊക്കെ കണ്ടോച്ചാൽ കണ്ടോന്നായി. നമ്മുടെ കൂടെ ഇവിടെ ആരും കാണില്ല. ஆஹா நம்ம வேற போதையில வேற இருக்காரு. ഇവിടെ ഇരിക്കുകയായിരുന്നു. അല്ല തുടങ്ങണ്ടേ? ഇരുട്ട് താള് മാറി പോകണ്ട. ശരിക്കും നോക്കി വെച്ചോ. ഞാനാ വേലായുധൻ. ഇതപ്പോ എത്തി. നമ്മുടെ ഇടിമുട്ടി അവിടെ തറഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ ആ കഥനക്കാരന്റെ അടുത്ത് കാണും. ആവുമ്പോ എല്ലാരും കൂടെ അങ്ങോട്ട് വന്നാ മതി. അല്ലെങ്കിൽ ചെക്കനെ അങ്ങോട്ട് പറഞ്ഞിട്ടാലും മതി. ഒരു പ്രത്യേക അറിയിപ്പ്. ரிஃப்ளெக்டர் ஒட்டி விட்டாங்க. ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഏതിന് പിറകു லைட் ஆஃப் பண்ணிட்டாலும் இருக்குல்ல. ഡിവിഷനെ കാത്ത് അച്ഛൻ அப்புறம் போவீங்களா? இதை பக்கம் தான் வந்தீங்களா எல்லாரும்? இப்ப அங்க இருந்து இந்த பக்கம் ஷோ. அதானே. கொஞ்சம் பின்னாடி வந்து ஓகே ஓகேவா? என்னப்பா பிளான் போடுறீங்க? இவர் அடிக்க 5 பேர் போதுமாப்பா? ஐயோ രക്ഷപ്പെട്ടു. சலீம் என்ன மேனேஜர் அந்த 4 பேருக்கு. அவர் உள்ள வர மாட்டாரு. அவருக்கு வாயில ஒரு அடி. சலீம் வந்து 5 பேருன்னு சொல்லி அதுல ஒரு ஆள் டூப்பா கூட்டிட்டு வந்து கம்மி காசு கொடுத்துட்டாங்கப்பா. இவர் உள்ள வச்சிருக்க போது தெரியுது ஒரு டம்மி குரூப்னு. ஒரு பாவம் எல்லாம் காசு கொடுத்தவங்களா. പഞ്ചായത്ത് പിരിവിട്ട് ഇറങ്ങിയതാ. നമ്മളാരാ? ഞാനാ വേലായുധൻ. ഓ റൈറ്റ്. സാറൊരു പോലീസാണ്. ഈ പോലീസുകാരുടെ പണിയത് കുണ്ടായുസം കാണിക്കുന്നവന്മാരെ നിലയ്ക്ക് നിർത്തുക. ആദ്യം നമ്മൾ മര്യാദയ്ക്ക് പറഞ്ഞു കേൾക്കുന്നില്ലേ പിടിച്ച് 4 പൊട്ടിക്ക്. ഇപ്പൊ മന്ത്രിയായാലും പഞ്ചായത്ത് മെമ്പറായാലും കുണ്ടായുസം തന്നെ. അപ്പൊ താൻ മുള്ളംകൊല്ലിയിലെ പോലീസ് സ്റ്റേഷനാണ്, സഞ്ചരിക്കുന്ന പോലീസ് സ്റ്റേഷൻ. നമ്മുടെ കേളപ്പേട്ടന്റെ മോള് ലീല, അവളെന്നെ വിളിക്കുന്നത് മുള്ളംകൊല്ലി മഹാരാജാവ്. ഞാൻ കേൾക്ക വിളിക്കില്ല, എന്നാലും അങ്ങനെ വിളിക്കുന്നത്. അതെന്താ കേൾക്ക വിളിക്കാത്തത്? അതിന് എന്നെ കാണുമ്പോ പേടിയാ. കൊച്ചൻ നമ്മളാണെങ്കിൽ ഇച്ചിരി അടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. കർക്കിടക മാസത്തെ മഴയ്ക്ക് മുള്ളംകൊല്ലി പഴ സാറ് കണ്ടിട്ട് കുത്തൊരുപ്പിന് ഇന്നതൊക്കെ വരിക എന്നൊന്നുമില്ല. കാട്ടാനവര് ഒഴുകി വന്നിട്ടുണ്ട്. നാളായിട്ടറിയാം. അങ്ങനെ ഒരു മലവെള്ള പാച്ചിൽ ഒഴുകി വന്നതാ എന്റെ അമ്മ. അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞി വാവയായിട്ട് അന്ന് ഞാനും ഉണ്ടായി. എന്നെ കരയിലേക്ക് പ്രസവിച്ചിട്ട് അമ്മ പിന്നെ ഇങ്ങോട്ട് ഒഴുകിപ്പോയി. പിന്നെ മുള്ളംകൊല്ലിയിലുള്ള എല്ലാ അമ്മമാരും ചേർന്ന് എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ. വളർന്ന് തണ്ടും തടിയുള്ള ആണൊരുത്തനാവുമ്പോ അവരുടെ കാര്യങ്ങൾ നോക്കാനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലേ സാറേ? സാറ് പറ. നാട്ടിലൊരു പ്രശ്നം വന്ന ആണുങ്ങളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇടപെട്ട് തീർക്കും അല്ലേ? എന്നാ പിന്നെ ഈ സ്റ്റേഷനിൽ കൂടെ നിന്നെ അങ്ങ് ഏൽപ്പിക്കാം. നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ നീ തീർന്നോളൂ. തൽക്കാലം ആ മൂലയ്ക്ക് ഞങ്ങൾ പോയിരിക്കും. അവളെ ഒന്നും ബാഡാ ട്രീറ്റ് பண்ணல சொல்லிட்டு. ഓ ഇതെന്തോന്ന് സാധനം? ഈനാ വെച്ച മരപ്പട്ടിയോ? ആര് സാധു സാറേ? ക്യൂട്ടാ പോയി ഉட்கார்ந்துட்டு இருக்காரு. காலையில போட்டாங்க. അടി പറഞ്ഞതാ. காலையில போட்டாங்களா தல? പട്ടാഞ്ചേരിക്കാരാ
ഇയാൾ ഓരോ കൂട്ടത്തിൽ വന്നാലും പോയില്ലേ വണ്ടി മിസ്സായി മട്ടാഞ്ചേരിക്കാരെ കൊണ്ട് കാര്യം ഉണ്ടായില്ലോ പറയാം. അതുകൊണ്ട് വരാതെ പോലീസ് പിടിച്ചില്ലേ? ഇനി 5-6 മാസം അകത്ത് കിടക്കും. ശിക്ഷ 6 മാസം എന്നുള്ളത് 1 കൊല്ലത്തേക്ക് നീട്ടാനുള്ള വകുപ്പുകൾ പഞ്ചായത്ത് പോയ ഗ്രാൻഡ് ആയിട്ട് വേറെ കൊടുക്കും. അല്ലപ്പോ പോണില്ലേ? അവനെ കൂടെ നിർത്തിയതാ. ഇട്ടാക്കുറ്റി കടകൾ കുറെ പിരിച്ചെടുക്കാനുള്ളതാണ്. പേരിന് ഒരു ഗുണ്ടയാണല്ലോ. ഇന്നലെ കോൺസെൻട്രേഷൻ മാറിപ്പോയതാണ്. ഇനി അവനെന്റെ മുന്നിൽ വരട്ടെ. ഈ ടീം പവറേയും കണ്ടുകൊടുക്കാം. ഞങ്ങൾ അക്കരെ ஓ ஓ அம்மா அவரை தண்ணிக்குள்ளே போய் பாட்டிலாம் எடுத்துட்டு வருவாருல்ல. எனக்கு இப்படி ஸ்விம்மிங் பண்ணணும் ஆசை. உள்ள போயிட்டு வெளில எங்க வரனே தெரியக்கூடாது. ഇങ്ങോട്ട് നീ പോയില്ലേ? ഓൻ അന്റെ കഴിയുന്നതായി ഒടിക്കാണ്ട് പോവില്ലാന്ന് വാശിയിലാണ്. നിനക്ക് നീന്താൻ അറിയാം. എന്നാ ചാടി നീന്തിക്കോ. ഇപ്പൊ പോയ അക്കരയ്ക്ക് എങ്ങാടി ബെസ്റ്റ് ആണ്. വണ്ടിക്കാശിന്റെ കയ്യിൽ അത് കൊണ്ടുവരും. നമ്മളെ ഇവന്റെ ബസ്സിന്റെ പൈസ കൊടുക്കും. ചില്ലറേറ്റ് തന്നാ മതി. നോക്കായെന്നറിയും. ஓட்டுனா நனைஞ்சிருச்சு. அவர் இல்லாதப்ப தான் பில்டப் பண்ணிக்கிறாங்க இவங்களா. அவர் பக்கத்துல தான் பயந்து பயந்து ஓடுறாங்க எல்லாரும். ஐயோ காசு பேக். அது ஜெகதி ரொம்ப பயப்படுறாரு. அடி வாங்கி எக்ஸ்பீரியன்ஸா இருக்கும். ஏய் இவர் தனியா வைப் பண்ணிட்டு இருக்காரு. இவர் ஊர் மக்கள் நல்லது பண்றாங்க. ஊர் மக்கள் காசு கொடுத்து அடிக்க வைக்கிறாங்க இவரை. அது என்ன தெரியுமா, அவங்க பண்ற தப்ப தட்டி கேட்கும்போது அவங்களுக்கு கோவம் வந்துருது. மித்தவங்க பண்ற தப்ப வந்து இது பண்ணா ஆஹா வெள்ளம். யாருப்பா நீ? போய் கொஞ்சம் ஹெல்ப் பண்ணலாம்ல. ഒരു മഴ കുറച്ച് പൊടി പൊടിക്കുന്ന തോന്നണേ. ഏതായാലും ഒരാഴ്ചക്ക് കാലത്തെടുക്കാൻ നോക്കണ്ട. ഇവിടെ പോയി കിടക്കുക. ഒരു സാധനം എവിടെയെങ്കിലും വെച്ചാൽ അവിടെ കാണും. തലക്കുറ എടുത്താ. ഓ നീ ഇത് വെച്ച് സാക്ഷിച്ച് കിടക്കുക. எனக்கு இந்த ஓலை கூட வேணும். எதுக்கு? சூப்பரா இருக்கு பாருங்க. தலையில வச்சுட்டு போறீங்க மழை பெஞ்சா. ஓம் சாந்தி யோசனால இதுதான்ப்பா ஹீரோ ஹீரோயின் கிஃப்ட் கொடுப்பாரு. ஆஹா வெள்ளம் ஆயிடுச்சு. இவர் எங்க ஏறாரு? அவர் ஏதோ சேவ் பண்றதுக்கு பண்ணிட்டு இருக்காரு, என்னன்னு தெரியல. ഒരു ആട്ടിൻകുട്ടിയാണ് തോന്നുന്നു. ஓகே இவர் போய் காப்பாத்தி ரிட்டர்ன் வர்றதுக்கு அந்த கயிறு இப்படிதான்ப்பா அவரும் வந்தாரு. ஓ ஏதாவது வெள்ளம் வந்ததுன்னா இப்படி வந்து செஞ்சு பத்திரமா அவங்களை ஏத்தி விட்டுறாங்க போல இருக்கு. ஒரு சேவிங்க்கு ஒரு சரக்கா. ஆனா அதுக்கெல்லாம் ஒரு தைரியம் வேணும் தெரியுமா? தண்ணிக்கு வந்து வெள்ளம் வந்ததுன்னா செம பவர் இருக்கும்ல. அது என்ன நடக்குன்னு நமக்கே தெரியாது. திடீர்னு தண்ணி அதிகமாயிடுச்சுன்னா நம்மளே தள்ளிட்டு போயிடும். இங்க பாருங்க, நீங்க காப்பாறதுக்காக போறீங்களா இல்ல சரக்கு அடிக்கிறதுக்காக போறீங்களா? 2 in 1. இங்க பாரு மறுபடியும் போறாரு. என்னாச்சு? இப்ப எதை காப்பாற்ற போறாரு? இது வாழை கொலையை காப்பாத்துறதுக்கா? இவனுக்கு ஏதோ கயிறை கட் பண்ணி விட போறான்னு தோணுது எனக்கு. இருக்கலாம். வா இட்லி காம்பினேஷன் உடம்பே சரியில்லாம போயிடும். ஓ ரைட், இதை இப்போ எடுத்துட்டு வர போறாரு. നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള കോളത്തി കഴിയൂ. നോക്കാം. இது ரெகுலரா பண்ணிட்டு இருக்காரு போலப்பா. இந்த மாதிரி வெள்ளம் வரும்போது இதெல்லாம் மிதந்துட்டு இருக்கு, அதெல்லாம் போய் எடுத்து வந்துட்டு இருக்காரு. கரெக்டா? சும்மா எங்கேயோ போறதை சேவ் பண்ணி வச்சுக்கிறாங்க. இது தெரிஞ்சுதான் அவனுங்க வந்திருக்கானுங்க அந்த குரூப். எனக்கு என்னமோ மரத்தையே அவனுங்க ரிலீஸ் பண்ணிருப்பாங்க. அதுவும் கரெக்ட் தான். அதுவே பொறி வச்சு தான் இப்போ பிடிக்கிற மாதிரி இருக்குது. அவர் பண்ணுவாருன்னு தெரிஞ்சு. தான் கட் பண்ண வந்துட்டார்ல நம்மால. மியூசிக் நல்லா இருக்கு. நல்லா இருக்காமா, ஒரு மாதிரி நல்ல வைப்பா இருக்கு. நல்லா பெரிய விளைஞ்ச மரம் போல. மாட்டிக்கிட்டா அதுதான் மாலே. ஆஹா ஆமா விட்டுருங்க. எதுக்கு? இப்ப பவர் காமிக்கணும்ல, அங்க பாரு மரத்தை இழுத்துட்டு வந்துருவாரு. அதெல்லாம் ஓகே. நம்மளும் மரத்து கூட போயிட்டோம்னா கயிறு வேற இல்லை.
எப்படி இதெல்லாம் எடுத்திருப்பாங்க? உள்ள அவர் தான் இருக்காரு. கொஞ்சம் ஹைட்டு கம்மியான இடத்துல எடுத்திருப்பாங்களோ? தெரியல. ஓகே, கரைக்கு திருப்புங்க. அப்பா சூப்பர். அவர் ஃப்ளோலே திருப்புறாருப்பா, கன்வீனியன்ட்டா. ஆமா. ஏய் நைஸ். சேவ் பண்ணியாச்சுல, இவர் குடிச்சிட்டாரு அந்த கோட்டாக்கு. இப்ப அவன் மாட்டினான். தம்பி ஓடிடு. இவரையும் போட்டு கட்டி போட்டுருவாரோ? தண்ணியிலேருந்து வரப்ப பாருப்பேன். ஓடு. தேவையில்லாத வேலை தானே இது, வாங்கட்டும். வா தண்ணிக்குள்ள வா நீ. ஏரியாக்குள்ள வாடா, ஏரியாக்குள்ள வா. செம்ம ஸ்விம்மரோ. அவ்வளவுதான். தண்ணி ஆரம்பிச்சிருச்சு, எல்லாரும் வாங்க அப்படி சொல்லி ஊரே அசம்பிள் ஆயிடுவாங்க நினைக்கிறேன். தண்ணியிலே பிறந்திருக்காரு, அதனால தண்ணியில பவர் அதிகம். அதுதான். மரத்தோட மரமா கட்டி போடுங்க ஜி. இவருக்கு எல்லாமே தெரியுது, ஆள் செட் பண்றாங்க இல்ல. அவர் அதனாலதான் அவங்க அப்பாவை மதிக்கிறாரு. ഇടിമിനി മുള്ളം കൊല്ലി കണ്ടുപോയത് ഇപ്പൊ പറഞ്ഞു വിട്ടേക്കണം. അയ്യോ, നിന്നെ കൊല്ലാൻ വേണ്ടിട്ടൊന്നും ചെയ്തതല്ല. ഏതായാലും നീ വലിയ സാഹസം കാണിക്കല്ലേ. ഇത് നിൽക്കുന്നവർക്ക് ഒരു ഹരായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. അവനെന്തായാലും വൈകിട്ട് പോകാൻ നിൽക്കുക. നീന്താൻ അറിഞ്ഞോടാത്തോ ഹരത്തിന് വെള്ളത്തിൽ ഇറക്കുന്നത്? അതുകൊണ്ട് ഇരിക്കട്ടെ, ഒരു ഹരത്തിന് பட் அவர் ரொம்ப அசால்ட்டா எடுத்துக்கிறாரு. அவரை மர்டர் பண்ண எடுத்துக்கிறதெல்லாம் பாட்டை விடவே மாட்டாரு. இது ஏதாவது பழைய பாட்டு. நாலு மீன், ஒரு ஆடு, கொஞ்சம் வாழைக்கா. இதெல்லாம் அங்க கிடைச்சது கரெக்டா. மரம் இருக்கு இன்னொன்னு. പിന്നെ ഞാൻ കുടിച്ച വിവരം നാരായണി അറിഞ്ഞു. അവള് ചീത്ത പറഞ്ഞ നിന്റെ കാത് പൊട്ടു. കൊല്ലക്കുടിയിലെ ഒച്ച കൊല്ലന് കേൾക്കൂല. ഞാൻ നിനക്കൊരു വാഴക്കൊല കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഒരു മണം? നീ കുടിച്ചിട്ടുണ്ടാ? നീ ഇത് അവക്ക് കൊടുക്കാനാ, ഒരു ആട്ടും കുട്ടി, കുഞ്ഞു കുട്ടി. കൊടുക്കൂ. അല്ല, മീൻകറി നല്ല മുളകിട്ട് വെക്കണ നാനാട്ടത്തി, ഞാൻ നുള്ളിട്ടേ പോവും. അയ്യോ നടുരാത്രിയിലെയാ മനുഷ്യനെ പേടിപ്പിച്ചോളത്തില്ല. ആട്ടുംകുട്ടി ഇതിന്റെ കഴുത്തിലൊരു മണി കെട്ടണം. ഓടി കളിക്കുമ്പോ നിം 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 ദൂരെ കേക്കണം. കെട്ടി കൊടുക്കുവോ? അതവരുടെ വീട്ടിലാക്കിട്ടോ. ഞാൻ കൂടെ വരണം. ഈ தரக்கம் போட்டு ரெண்டு பேரும் பேசுறது பத்தியா? அவங்க ரெண்டு பேருக்கு புரியுது. ഈ കൂട്ടാൻ ഇത്തിരി വിഷം കലക്കി കൊടുത്താലോ ചേച്ചി? ഒന്ന് പതുക്കെ പറ, സാധനത്തിന് ഭയങ്കര എന്നെ വിളിക്കുന്നുണ്ട്, പോണം. അതെ, ഈ ലീലയുടെ കല്യാണക്കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ചൂടില്ലാത്ത. ഞാൻ ആ ദല്ലാൾ ഗോവിന്ദനോട് പറഞ്ഞേപ്പിച്ചിട്ടുണ്ട്, പറ്റിയ വല്ല ബന്ധമുണ്ടെ കൊണ്ടുവരാൻ. ഇക്കുറി കർക്കിട ആഴ്ച കലക്കുക. ഇന്ന് അസലൊരു ഈട്ടി തടിയാ വന്ന് ചാടിയത്. ഈ കാശ് എത്ര? അതെ, 12ാമത്തെ വയസ്സിൽ ഞാൻ പനിച്ച് വിറച്ച് കിടന്നപ്പോ എന്റെ നെറ്റിയിൽ ഉപ്പ് തൊള്ളി നനച്ചിട്ട് രാവോട് രാവ് പുഴ കടന്നു പോയി പൈത്തിനെ കൂട്ടിക്കൊണ്ടുവന്ന് ആളൊക്കെ വേലായതിനോടൊന്നും പോവില്ല. ഈ ചീത്ത മകളും ഉള്ളതേ ഉള്ളൂ. ഉള്ളിൽ എന്നോട് സ്നേഹമാണ്, എനിക്കറിയാം. അതെ, മീൻ കൂട്ടാൻ വേവിക്ക്, തിന്നിട്ട് പോണം. കേൾക്കണ? നീ ഉണ്ടിട്ട് പോയാ മതി. അയ്യോ ആരോടും കണക്ക് പറയണ്ടല്ലോ. எங்க இருக்கிற வாய்ஸ் மட்டும் கேக்குது. ഒരു തടി കിട്ടിയാൽ മതിയല്ലോ. ആ കൊല്ലത്തേക്ക് ഉസാറാക്കാനുള്ള പൈസയായി. ബാക്കി 362 ദിവസവും കള്ളും കുടിച്ച് രാജഭരണം. അടുത്ത മണിക്ക് ഹാജിയാർ കൈ നോക്ക്. ആചാര്യക്ക് പനിക്കും. ആ അയാളുടെ നോക്കാം. റഹീമേ, ഈ വേലായുധന്റെ മലയാളത്തില്ലല്ലോ. അതിനല്ലേ അളക്കുന്ന ടേപ്പ് തരണേ. നിങ്ങൾ എവിടെ കൊണ്ടുവച്ചത്?
തൽക്കാലം ഒരു 500 ഇതാ. എന്നാ പിന്നെ ഒരു 1000 ആയിക്കോട്ടെ. വേണ്ട കിളപ്പേട്ടാ, കൈ വെച്ച വെറുതെ ചെലവായി പോകും. ഇത് വേറൊരു കാര്യത്തിനാ, പിന്നെ പറഞ്ഞുതരാട്ടാ. അജയനെ ബാക്കിയുള്ള പൈസ ഇക്കുറി മൊത്തമായിട്ട് വേണം. അത് ശരി, കായ് ഒന്നിച്ച് തരണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ കച്ചവടം കൂടി നമുക്കൊരു ഗുണമുള്ളത്. തിടുക്കത്തിന് 10 200 ചോദിച്ചാ കണാകണ പറയുന്നത് നിങ്ങളെ ഒരു ആവശ്യത്തിന് നമ്പിക്കൂടാ, അതുകൊണ്ടാ. അല്ലടാ, തൽക്കാലം 500 മതിയായിരുന്നു അല്ലേ? അതല്ലേ ഞാൻ നേരത്തെ നല്ല മലയാളത്തിൽ പറഞ്ഞത്. ഇനി പോട്ട് വാ. ഇവന്റെ മൂത്തത് 2 പെണ്ണ. ഒരുപാട് പൊന്നു പണം കൊടുത്തിട്ടാ ഞാൻ അതുങ്ങളെ കെട്ടിച്ചു വിട്ടത്. ആണോ പോയിന്ന? അത് രണ്ട് നല്ല ഫിഗറാണ്. കുട്ടി എനിക്കിഷ്ടായി. ഇനി മറ്റു കാര്യങ്ങളൊക്കെ വളച്ചു കെട്ടില്ലെന്ന് പറയാലോ. ഗോവിന്ദ പറഞ്ഞതുകൊണ്ട് വന്നേ ഉള്ളൂ. ഇതുപോലൊരു കാട്ടുമുക്കിൽ എന്റെ മോനെ കെട്ടിക്കാൻ അങ്ങനെ വലിയൊരു താല്പര്യമുണ്ടായിട്ടൊന്നും അല്ല. ഉള്ളത് പറയാലോ. മൂത്തോളം കെട്ടിച്ചതിന്റെ ക്ഷീണം അങ്ങോട്ട് മാറി വരുന്നേ ഉള്ളൂ. എന്നാലും കെട്ടുപ്രായത്തിൽ ഒരു പെണ്ണ് നിൽക്കുമ്പോ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ തെങ്ങും പറമ്പ് എത്ര വരും പോയിന്ന? അത് 1.5 ഏക്കറെങ്കിലും ഉണ്ടാവും ഇല്ലേ കേളപ്പേട്ട? അതെ ഗോവിന്ദ, പറമ്പളക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങൾ കുറച്ച് കാശ് എഴുതിയിട്ടുണ്ട്. അത് പൊന്നായിട്ട് വല്ല കയ്യിലും കഴുത്തിലും ഇട്ട് അങ്ങ് തരും. അതിപ്പോ ഇത്ര അത്ര എന്നൊന്നും അക്കരയ്ക്ക് കെട്ടിക്കാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അല്ലേ കേളപ്പേട്ട? അതല്ല വേല ഇതൊക്കെ. 10-20 കൊല്ലം തേനെ മുത്തേന്ന് പോറ്റി വലുതാക്കിയ കുട്ടി അങ്ങോട്ട് തരുമ്പോ ന്യായമായിട്ട് കാശ് ഇങ്ങോട്ട് തരണം. നാളെ കേളപ്പേട്ട റോഡിലിറങ്ങി തെണ്ടാനൊന്നും പറ്റില്ല. ഇവൻ ഏതാ? കല്യാണ പെണ്ണിന്റെ ആരായിട്ട് വരും? അത് പെണ്ണിന്റെ ആരുമല്ല. ഈ കുടുംബത്തോട് സ്നേഹവും ഉത്തരവാദിത്വം ഉള്ള ഒരാളായിട്ട് വരുമെന്ന് കൂട്ടിക്കോ. എന്താ പറ്റില്ലേ? മൂപ്പര സ്നേഹ ഉത്തരവാദിത്വം മുള്ളംപുല്ലിന് ഫേമസാ, എല്ലാവർക്കും അറിയാം. അത് നന്നിട്ടില്ലേ? ഇത് ശരിയാവില്ല. നമുക്ക് വേറെ ആളെ നോക്കാം. കേളപ്പെട്ട നമ്മുടെ കുട്ടിയെ ഇവർക്ക് കൊടുക്കുന്നില്ല. അവരോട് പോവാൻ പറ. ഇതാണോ സ്നേഹ ഉത്തരവാദിത്വം? ഗോവിന്ദ, ഇവനെ വിളിച്ചോണ്ട് വാ. എന്താ കളിയാക്ക? നിങ്ങൾ വരുന്നു, ഇനി വളർന്നാ ശരിയാവില്ല. അതാ അമ്മാമാരെ നടക്കി സുണ അഭിലാഷിനെ നിനക്ക് ശരിക്കും മനസ്സിലാവാനില്ല. ജോലിമാർക്ക് ഒരു പെണ്ണുണ്ട്, ഒന്നും കൊടുത്തിട്ട് ഇവൻ ആരാന്നോന്റെ വിചാരം? അത് സ്ട്രൈറ്റ് മനസ്സിൽ പോലത്തെ ഒരു പെണ്ണ്. കെട്ടിച്ചുവിടാൻ ഉദ്ദേശം ഉണ്ടെങ്കിലല്ലേ 2 ആലോചനകൾ ഇങ്ങനെ മുടക്കിയാ പോരെ? പെണ്ണ് നിന്ന് പോകുമേ. തൽക്കാലത്തെ ആവശ്യത്തിന് മൂത്ത് പാകമായ ഒരെണ്ണം വേറെ നിപ്പുണ്ടല്ലോ. ഇത് വേലായുധൻ 12ാമത്തെ വയസ്സിൽ പനിച്ചു കിടന്നപ്പോ നെറ്റിയിൽ ഉപ്പ് തുണി അയച്ചിട്ട ബന്ധമല്ലേ? രാവിലെ തന്നെ നിന്നോട് വെച്ചോടെ പട്ടിണി അടയ്ക്കുള്ളൂ. വേണമെങ്കിൽ അങ്ങ് തിന്നും, ഇല്ലെങ്കിൽ അതിനകത്ത് പൈകൾ കൊടുക്കും. വേലായുധന് വീടുണ്ടോ? ഇത് വേലായുധന്റെ വീടല്ല. കേരളത്തിൽ എന്ന് പറഞ്ഞ ആളെ വീടാണോ? ആരത്? നിന്റെ പേര് പരീത്, അക്കരക്കനാടി. വേലായുധം പറഞ്ഞിട്ട് ഒരു കല്യാണ ആലോചനയും കൊണ്ട് വന്നതാ. നീ അച്ഛനെ വിളിക്കും. ഉമ്മത്തേക്ക് കയറിയില്ല. ചെറുക്കൻ ഐ.ടി.ഐയിലെ മാഷ. അമ്മ നേരത്തെ മരിച്ചുപോയി. അച്ഛൻ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാ. 2 പെൺകുട്ടികളെ കെട്ടിച്ചയച്ചു. ഇതേറെയാണ്. അത്യാവശ്യത്തിനുള്ള പറമ്പും സ്വത്തും ഒക്കെ ഉള്ള കൂട്ടരാണ്. അല്ല, ഇതിപ്പോ എന്ത് കൊടുക്കേണ്ടി വരും? അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ എത്രയാവാം. ഇനിയിപ്പോ ഒന്നും കൊടുത്തില്ലേലും വിരോധമില്ല. തറവാട്ടുകാരാ. കുട്ടിയെ ചെറുക്കനെ കണ്ട് ഇഷ്ടമായിട്ടുണ്ട്. അവരിവിടെ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ ഉത്സവത്തിന് ചെറുക്കൻ മാത്രം വന്ന് കണ്ടിട്ടുണ്ട്. ഇനി ഇപ്പൊ ആലോചിക്കാനൊന്നുമില്ല. ഇതിലും മെച്ചപ്പെട്ട ഒന്നും കിട്ടൂല എന്ന് കൂട്ടിക്കൊള്ളി. എന്തേടി അപ്പൊ ഉത്സവത്തിൽ എന്നെ കാണാനായിട്ട് എന്നെ വന്നതാ. വലിയ സന്തോഷം ഉണ്ടല്ലോ. ഉമ്മ അവളെ കല്യാണം ഉറപ്പിച്ചത്. ഉറപ്പിച്ചിട്ടൊന്നുമില്ല, കാണാൻ വരുന്നുണ്ട്. ഇത് ഉറപ്പിച്ച പോലെ അല്ലേ? എവിടെ പോട്ടോ, ഞാനിന്ന് നോക്കട്ടെ. സാറ അയക്കണല്ലോ. ഇറച്ചിയിലേക്കാ. തേങ്ങ വറുത്തടിക്കുമ്പോ കൊത്തമല്ലി കറ്റുമുളക് ഒന്നിച്ചിട്ട് വറക്കണം. ഇറച്ചി കറിയും കൂട്ടി ചോറുണ്ട് കഴിയുന്നോടെ ഈ ബന്ധം കൊണ്ട് വറക്കണം. പായസം വെക്കുന്നുണ്ട്. ഈ ഇറച്ചിക്കറി കൂടെ വേണ്ടതാ. നീ എവിടുന്ന ഈ കോഴിനൊക്കെ പിടിച്ചേ? കത്തിരണ്ട് ചട്ടത്തിന്റെ കോഴി തന്നെ ആയപ്പോ പൊന്നും വരെ പറയുകയും ചെയ്യും. കോഴിയെ നമ്മൾ തന്നെ ഓടിച്ചിട്ട് പിടിക്കുകയും വേണം. ആറ്റത്തെ ഇല മുഴുവൻ കീറി കിടക്കാം. ഞാൻ പിന്നെ കേശവന്റെ പറമ്പിൽ കീറി ഇല എങ്ങ് മുറിച്ചു. ചെടികളെ കാലം കൊണ്ട് ചവിട്ടി കയറിയില്ലേ? ഇതൊന്ന് കുളിച്ചിട്ട് വന്നൂടെ? അവരൊക്കെ ഇപ്പൊ എത്തും. കുളിക്കാൻ തോർത്ത് ചോദിച്ചപ്പോ നീ പറഞ്ഞു ഇല മുറിക്കാൻ. ഇല മുറിച്ചുകൊണ്ട് വന്നപ്പോ കുളിക്കാത്തതിന് ചീത്ത. ഞാനിപ്പോ എന്താ വേണ്ടേ? ഉച്ചയ്ക്ക് 12 മണിയോടെ എത്തുന്നത് എല്ലാവരും പറഞ്ഞത്. നീ ഇരിക്കെ, ഞാൻ ചായ ഇട്ടിട്ട് വരാം. ചായ ഒന്നും വേണ്ട. അവര് വരുമ്പോ ഞാൻ നിൽക്കുന്നില്ല. ആരൊക്കെ വരാൻ പോണെന്ന് നമുക്കറിയില്ലല്ലോ. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ എന്തെങ്കിലും കേറി പറഞ്ഞ് കുഴപ്പമാവണ്ട. നല്ല കൂട്ടരാ, നമുക്ക് എന്തായാലും നടത്തണം. അതിപ്പോ കാശിന്റെ കാര്യം ഒന്നും കേളപ്പറ്റി ഇപ്പൊ ചിന്തിക്കണ്ട. അതൊക്കെ ഇവിടെ റെഡിയാ. നീ അമ്പലത്തിൽ പോയതാ? ഏയ് മുണ്ട് നേരിയതൊക്കെ കൊടുത്തപ്പോ ഇവിടെ അസല് മണവാട്ടിയായി പോയി അല്ലെ കേളപ്പെട്ട? ആ പരീതല്ലേ പറഞ്ഞേ? പരീത് കല്യാണക്കാര് വരുമ്പോ കൂടെ വരാന്നല്ലേ പറഞ്ഞത്? നേരത്തെ ഇങ്ങോട്ട് പോന്നാ. എന്താ പറ്റിയതില്ല? അത് അവര് വരുന്നില്ല. എന്താ എന്താ പ്രശ്നം? മുള്ളംകൊല്ലിക്കാരുടെ നാക്കല്ലേ, വല്ല ലൈസൻസ് ഉണ്ടോ? നിങ്ങൾ കാര്യം പറ. ചെക്കന്റെ വീട്ടുകാരോട് ആരോ ചില വേണ്ടാത്തതൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്.
അവരത് വിശ്വസിച്ച് ഈ ബന്ധം വേണ്ടാന്ന് വെച്ചു. എന്താ എന്താ അവര് പറഞ്ഞത്? കേളപ്പന്റെ മക്കളെ വേറെ ആരും വെച്ചോണ്ടിരിക്കുകയാണ്. മൂത്ത കുട്ടിയെ ഭർത്താവ് ഉപേക്ഷിച്ചത് അതിന്റെ പേരിലാണെന്നൊക്കെയാ. ഞാൻ എന്ത് തെറ്റ്